വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. ബി.എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി ആദ്യ റാങ്ക് ലിസ്റ്റായിട്ടുള്ള പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതോടൊപ്പം തന്നെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് അഡ്മിഷൻ സംബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി നിലവിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും അവസാനമായിട്ട് അപേക്ഷ വിളിച്ച യൂണിവേഴ്സിറ്റി ആയിരുന്നു കണ്ണൂർ യൂണിവേഴ്സിറ്റി. ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷ കൊടുത്ത എല്ലാ വിദ്യാർത്ഥികളുടെയും പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നിലവിൽ എന്തെങ്കിലും അപേക്ഷയിൽ തെറ്റുകൾ തിരുത്തണമെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നിലവിൽ നാളെ 28/7/2024 വരെയാണ് അവസരമുള്ളത്. അതോടൊപ്പം തന്നെ തെറ്റുകൾ തിരുത്തുന്നതിനെ വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ടത് പ്രൊഫൈൽ ലോഗിൻ ചെയ്തുകൊണ്ട് കറക്ഷൻ ഫീ ഇനത്തിൽ നിങ്ങൾ 200 രൂപ ചലൻ അടച്ചതിന് ശേഷം എന്തൊക്കെയാണ് വിദ്യാർത്ഥികൾ മാറ്റം വരുത്തേണ്ടത്, അത്തരത്തിലെ മാറ്റം വരുത്തേണ്ട ഡീറ്റെയിൽസ്, കൂടാതെ അതിൻ്റെ രേഖകളുടെ പകർപ്പ്, അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ ചലാൻ്റെ ഡീറ്റെയിൽസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വിദ്യാർത്ഥികൾ ഈ പറയുന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള ഇവിടെ കൊടുത്ത BEDDOA@kannur.univ.ac.in എന്ന ഈ ഒരു ഇമെയിലിൽ വിദ്യാർത്ഥികൾ പ്രസ്തുത ഡീറ്റെയിൽസ് അയച്ചു കൊടുത്ത് വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഈ അവസരത്തിൽ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷനുകൾ മാറ്റം വരുത്തുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ട്രയൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിദ്യാർത്ഥികൾ അപേക്ഷ കൊടുത്തിട്ടും വിദ്യാർത്ഥികൾ ട്രയൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പ്രൊഫൈൽ ലോഗിൻ ചെയ്തിട്ട് അപേക്ഷ നൽകിയ വിവരങ്ങൾ പരിശോധിച്ച് എന്താണ് തെറ്റുന്നത് ആ തെറ്റ് വിദ്യാർത്ഥി നിർബന്ധമായിട്ടും ഈ ഒരു എഡിറ്റ് ഓപ്ഷൻ പോയി നിങ്ങൾ തിരുത്തേണ്ടതാണ്. അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റിലെ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ തിരുത്തണമെങ്കിൽ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കറക്ഷൻ ഫീ 200 രൂപ നിങ്ങൾ ചലനായിട്ട് കൊടുക്കണം. ഈ കാര്യം പ്രത്യേകം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് നിലവിൽ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ, അതായത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള admission.kannur.university.ac.in എന്ന വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ബി.എഡ് ലിങ്ക് വഴി വിദ്യാർത്ഥികളുടെ ട്രയൽ റാങ്ക് ലിസ്റ്റ് ഇവിടെ ലിങ്ക് കാണാൻ സാധിക്കും. ബി.എഡ് ട്രയൽ റാങ്ക് ലിസ്റ്റ് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ഏതാണ് സബ്ജക്റ്റ്, ഉദാഹരണത്തിന് ബി.എഡ് ഇംഗ്ലീഷ് ആണെങ്കിൽ ഒരു വിദ്യാർത്ഥി ഇംഗ്ലീഷിലെ വിദ്യാർത്ഥികൾ ഏതൊക്കെ കോളേജിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഇംഗ്ലീഷ് ബി.എഡ് ഇംഗ്ലീഷുള്ള എല്ലാ കോളേജിലും ലിസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും. ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജ് ആണെങ്കിൽ ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജ് ജസ്റ്റ് സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജിൽ അപേക്ഷ കൊടുത്ത എല്ലാ വിദ്യാർത്ഥികളും റാങ്ക് ലിസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജിൽ ബി.എഡ് ഇംഗ്ലീഷിന് അപേക്ഷ കൊടുത്തത് 502 പേരാണ്. അപ്പോൾ ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങളുടെ എത്രാമത്തെ പൊസിഷനാണ്, അതോടൊപ്പം തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഒരു വിദ്യാർത്ഥി 5 കോളേജിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട്, ആ 5 കോളേജിൽ ഏറ്റവും മുകളിൽ റാങ്ക് ലിസ്റ്റ് ഏതാണ് വന്നിട്ടുള്ളത് ആ കോളേജിൽ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ സാധ്യത ഉറപ്പുവരുത്തുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ വിദ്യാർത്ഥികൾ നിങ്ങളുടെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ തന്നെ കൃത്യമായിട്ട് നിങ്ങൾ പരിശോധിക്കുക. അതോടൊപ്പം തന്നെ റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള സാധ്യത കൊണ്ട് നമുക്ക് നോക്കാം. അതിന് മുന്നോടിയായിട്ട് ബി.എഡ് ഷെഡ്യൂൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിലവിൽ നേരത്തെ പറഞ്ഞതുപോലെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നാളെ 28/7/2025 വരെയാണ്. വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന എഡിറ്റ് ഓപ്ഷൻ വഴി വിദ്യാർത്ഥികൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷമുള്ള ഫൈനൽ റാങ്ക് ലിസ്റ്റ് 30/7/2025 യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾ റാങ്ക് ലിസ്റ്റിന് ഫൈനൽ റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കേണ്ട ടൈം 31 മുതൽ ഓഗസ്റ്റ് 2 വരെയാണ്. കൂടാതെ വിദ്യാർത്ഥികൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് ഈ പറയുന്ന ഓഗസ്റ്റ് 4 അപ്പോൾ ഇത്തരത്തിൽ ഫൈനൽ ഷെഡ്യൂൾ ഏറ്റവും അവസാനമായിട്ട് കേരളത്തിലെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും അനൗൺസ് ചെയ്തിരിക്കുകയാണ്. മറ്റു യൂണിവേഴ്സിറ്റികൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഫൈനൽ ആവുകയും അതോടൊപ്പം തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും അഡ്മിഷൻ കിട്ടാത്ത കേരളത്തിൽ വിദ്യാർത്ഥികൾക്ക് മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് കേരള PSCയുടെ അംഗീകാരമുള്ള ബി.എഡ് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ കേരളത്തിന് പുറമേയുള്ള യൂണിവേഴ്സിറ്റിയിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ വിദ്യാർത്ഥികൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ അറിയിച്ചതുപോലെ തന്നെ വിദ്യാർത്ഥികൾ, കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയും വെയിറ്റ് ചെയ്തിരുന്നു. ഇത്തരത്തിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് ഈ രീതിയിൽ കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റിയിൽ ബി.എഡ് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള അഡ്മിഷൻ്റെ എല്ലാ ഡീറ്റെയിൽസും അതേപോലെ തന്നെ അഡ്മിഷനും വേണ്ട വിദ്യാർത്ഥികൾ താഴെ കൊടുത്ത പേഴ്സണലായിട്ടുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് വിദ്യാർത്ഥികൾ ബി.എഡ് അഡ്മിഷൻ ഡീറ്റെയിൽസ് എന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ വിദ്യാർത്ഥികൾക്ക് നൽകുകയും കൂടാതെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് PSC അംഗീകാരമുള്ള കോഴ്സ് മാത്രം PSC അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ എടുക്കുവാൻ പാടുള്ളൂ എന്നുള്ള കാര്യം കൂടി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്. ഇനി റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എത്രാമത്തെ റാങ്ക് ലിസ്റ്റ്, ഉദാഹരണത്തിന് 100-ന് ശേഷമാണ് അല്ലെങ്കിൽ 200 അല്ലെങ്കിൽ അത്തരത്തിൽ വ്യത്യസ്തമായ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങളുടെ അഡ്മിഷൻ സാധ്യത എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതായത് വിദ്യാർത്ഥി മനസ്സിലാക്കി വെക്കേണ്ടത് ഈ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വിദ്യാർത്ഥി തന്നെ ഒരു പക്ഷേ 5, 6, 7 കോളേജിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 7 കോളേജിലും വിദ്യാർത്ഥി റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമാണ് വിദ്യാർത്ഥി ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കും. കാരണം
7 കോളേജിൽ വന്നിട്ടുണ്ടെങ്കിൽ 7 കോളേജിലും ഒരിക്കലും അഡ്മിഷൻ എടുക്കില്ല. അപ്പോൾ ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ വിദ്യാർത്ഥിക്ക് മറ്റുള്ള കോളേജുകൾ വീണ്ടും വേക്കൻസി വരികയാണ്. അതുകൊണ്ട് തന്നെ 100-ന് ശേഷമുള്ള അത്തരത്തിൽ നമുക്ക് 100-ന് ശേഷമുള്ള വിദ്യാർത്ഥിയാണെങ്കിലും അഡ്മിഷൻ സാധ്യത വിദ്യാർത്ഥികൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ സമയത്ത് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ കോളേജ് അഡ്മിഷൻ ഇൻ്റർവ്യൂ വിളിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ ഫൈനൽ റാങ്ക് ലിസ്റ്റ് തൊട്ടടുത്ത ദിവസം പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതായിരിക്കും. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വിദ്യാർത്ഥികൾ നിങ്ങളുടെ സാധ്യത മനസ്സിലാക്കിയിട്ട് കോളേജിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാനും അതോടൊപ്പം തന്നെ മെയിൻ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടുള്ള വിദ്യാർത്ഥികൾ കൃത്യമായിട്ടുള്ള സമയത്ത് തന്നെ വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഇൻഫോം ചെയ്ത സമയത്ത് തന്നെ വിദ്യാർത്ഥികൾ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുകയും ചെയ്യണം. അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ഉടൻ തന്നെ യൂണിവേഴ്സിറ്റി ഭാഗത്ത് നിന്ന് ഫൈനലായിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ കൂടി വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ ചാനൽ ത്രൂ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ B.Ed അഡ്മിഷൻ ഉൾപ്പെടെ എല്ലാ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സ് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്ത് കൊടുക്കാനും ഉറപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അവരേക്കും തൽക്കാലം ഇവിടെ ഇറ്റ്സ് മീ സവാദ് രചരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.